വാഹന ലോകത്തിന് ടാറ്റ മോട്ടോഴ്സിൻ്റേതായിട്ടുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയ ടാറ്റ മോട്ടോഴ്സിൻ്റെ ധർവാദ് പ്ലാന്റിന് മുന്നിലാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 405 ഏക്കറിൽ വിശാലമായിട്ട് കിടക്കുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ധർവാദ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്, അതിൻ്റെ പ്രത്യേകതകളാണ്. ശരിക്കും ഒരു വാഹന ലോകത്തേക്ക് ഒരു വാഹനം കടന്നു വരുന്ന ഒരു പ്രദേശത്തെ പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ധർവാദ് പ്ലാന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഇമ്പോർട്ടൻസുകളുണ്ട്. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 405 ഏക്കറിൽ വിസ്തരിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത് എന്ന് പറയാം. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് IGBC പ്ലാറ്റിനം റേറ്റഡ് പ്ലാന്റ്. അതായത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ഒരു സ്റ്റാൻഡേർഡാണ്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് പറയുന്നത്. അപ്പം IGBC കിട്ടാനുണ്ടായ കാരണം, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ അത് എങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്ലാന്റിലേക്ക് കയറി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ കാണുന്നത് ഇത്തരത്തിലൊരു സ്തൂപമാണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ടുള്ള JRD ടാറ്റയുടെ ഒരു സ്തൂപം. ശരിക്കും JRD ടാറ്റനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റായിരുന്നു. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽസ്, അതുപോലെ എയർ ഇന്ത്യ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് അഭിമാന സ്തംഭങ്ങളുടെ പിറകിലും ഈ മഹാനായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ധർവാദ് പ്ലാന്റിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് ഇത്തരത്തിൽ JRD ടാറ്റയുടെ ഒരു ഓർമ്മയാണ് എന്ന് പറയാം. ശരിക്കും ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ രത്തൻ ടാറ്റയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു പേരാണ് JRD ടാറ്റയുടെ എന്ന് പറയാം. കാരണം ടാറ്റ ഗ്രൂപ്പിന്റെ ഒരുപാട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത ഇദ്ദേഹമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന സമയത്ത് 1904 ജനിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ടാറ്റ സ്റ്റീൽസ്, അതുപോലെ തന്നെ എയർ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള എല്ലാം സ്ഥാപിച്ചത് JRD ടാറ്റ ആയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല JRD ടാറ്റയൊക്കെ ആരംഭിച്ച ആ ഒരു വലിയ ഒരു തത്വമുണ്ട്, അതല്ലെങ്കിൽ ഒരു വലിയ മോട്ടീവ് ഉണ്ട്, അല്ലെങ്കിൽ വലിയൊരു കഥയുണ്ട്. ഇപ്പം ടാറ്റ മോട്ടോഴ്സ് പിന്തുടരുന്ന എല്ലാ മാനവികതയ്ക്ക് പിന്നിലും, എല്ലാ എത്തിക്സിന് പിന്നിലും, എല്ലാ ജനനന്മയ്ക്ക് പിന്നിലും ഇതുപോലുള്ള മഹാന്മാരുണ്ടാക്കിയെടുത്ത ഒരു DNA ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇദ്ദേഹത്തെ ഭാരതരത്ന നൽകി ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയൊരു സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ തത്വം ബിൽഡ് ചെയ്ത ആൾക്ക് ഭാരതരത്ന കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ധർവാദ് പ്ലാന്റിൽ പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ബസ്സുകളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാളും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ധർവാദ് പ്ലാന്റിലൂടെ ഇങ്ങനെ നടന്ന് കാണുന്ന സമയത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പരിസ്ഥിതിയെ കൂടി ധർവാദ് പ്ലാന്റിൽ ടാറ്റ മോട്ടോഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാക്കിംഗ് ഏരിയ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വിശാലമായിട്ടുള്ള ഒരു ലേക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് 65,000 KL ലിറ്റർ കപ്പാസിറ്റി ഉള്ള വലിയ ഒരു ലേക്ക്. പ്രധാനമായിട്ടും റെയിൻ വാട്ടറാണ് ഇതിനെ സൂക്ഷിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗാർഹിക ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വെള്ളത്തെ ഉപയോഗിക്കുന്നു എന്നതാണ്. അതായത് സസ്റ്റൈനബിലിറ്റിക്കും പ്രകൃതിക്കും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ധർവാദ് നദിയുള്ളത്. അത് കേരളത്തിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഒരുപാട് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഒക്കെ ഇവിടെ വരാറുണ്ട്. അപ്പം സസ്റ്റൈനബിലിറ്റി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ധർവാദ് പ്ലാന്റ്. അത് നമ്മൾ എവിടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പ്ലാന്റ് 400 ഏക്കർ എന്ന് പറയുമ്പോൾ അതിന് 40% ഇത്തരത്തിലുള്ള പരിസ്ഥിതിയെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ധർവാദ് പ്ലാന്റ് എന്നുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ സംഭവം. നമുക്ക് കാണേണ്ട കാഴ്ചകളിലൊന്ന് ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ LCVകളിൽ പെട്ടിട്ടുള്ള എയ്സിന്, അതായത് ടാറ്റ ഗോൾഡ് എയ്സ് ഗോൾഡ് ഒക്കെ പറയുന്ന അതിൻ്റെ വേരിയൻസിൻ്റെ പെട്രോൾ എഞ്ചിൻ, അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ, കളർ വേരിയൻറ്റിനെ ഒക്കെ അസംബ്ലി ലൈനാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ കാഴ്ചകൾ ശരിക്കും നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒന്ന് കണ്ടുപോകാം. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതായത് ഒരു എയ്സ് ഗോൾഡ് ഒരു അസംബ്ലി ലൈനിൽ എത്തുന്നത് മുതൽ അതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെയുള്ളൊരു കാഴ്ച അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. വാ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർവാദ് പ്ലാന്റിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു എംപ്ലോയി തീർച്ചയായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏരിയയിലാണ്, അതായത് ട്രെയിനിങ് സെൻറ്റർ.
നെറ്റുകൾ എങ്ങനെ എത്രമാത്രം ടൈറ്റ് ചെയ്യണം, അതിന് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണം, അത് എങ്ങനെ ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള അങ്ങനെ നമ്മുടെ പ്ലാൻ വിസിറ്റ് നമ്മൾ ഒരു ഫാക്ടറി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ കാർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ചേസിസ് ഉണ്ടാക്കുന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ചേസിസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേസിസ് ഉണ്ടാക്കുന്ന ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ അസംബ്ലി പോയിന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അടുത്ത വീഡിയോയിൽ, അതായത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഒരു ചേസിസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നത്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഏരിയനെ പരിചയപ്പെടാം. ഇപ്പോൾ ഇവിടെ 3 തരത്തിലാണ് ഏരിയനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് ഈ കാണുന്നത്, ഇത് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ കോമ്പണൻസിനെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഏരിയയാണ്. ഇവിടെ ഉണ്ടോ ചെറിയ ചെറിയ പാർട്സുകളാണ് ഇവിടെ ഡിസ്പ്ലേ ഉള്ളത്. ഇതിന് സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ അസംബ്ലി ലൈനാണ്. ഇവിടേക്കാണ് ഒരു ഫ്രെയിം വന്നിട്ട് പിന്നെ അതൊരു ചേസിസ് ആയിട്ട് മാറുന്നത്. ഇനി അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേ കാണാം. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ കമ്പോണൻസിൻ്റെ സ്റ്റോറിങ്, അതായത് ഇപ്പോൾ ഫ്രെയിം, അതുപോലെ വീൽ ഹബ്ബ്, എൻജിൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിനി ഓരോന്ന് കുറച്ച് അടുത്തായിട്ട് കാണാം. വാ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയയിലാണ്. ഇവിടെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ ഒരു ട്രോളി പോലത്തെ ഒരു സെറ്റപ്പ് ഇത് ഉപയോഗിച്ചിട്ടാണ് അസംബ്ലി ലൈനിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ മറ്റ് സൗകര്യം, അതായത് അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റാനൊക്കെ ക്രെയിൻ പോലത്തെ വലിയ ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ആക്സലിനെ സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ധാരാളം ആക്സലുകൾ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേ കാണാം. 2 സൈഡിലായിട്ട് ആവശ്യാനുസരണം റിക്വയർമെന്റ് ഡിജിറ്റലി പാസ് ചെയ്യുകയും അതിനനുസരിച്ച് സാധനങ്ങൾ ബെൽറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ബെൽറ്റിനെ കുറിച്ച് പറയുന്ന സമയത്തും 2 പ്രത്യേകതകളുണ്ട്. ഈ ബെൽറ്റ് 2 സെക്ഷനായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്ന് വാഹനത്തിന്റെ താഴ്ഭാഗത്തെ കമ്പോണൻസിനെ സെറ്റ് ചെയ്യുന്നതും രണ്ടാമത്തത് വാഹനത്തിന്റെ മേൽഭാഗത്തെ കമ്പോണൻറ്റിനെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ബെൽറ്റിലെ 2ാമത്തെ പാർട്ട് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാന്ന് പറയാം. ഇപ്പോൾ ആ ഒരു ചേസിസ് കണ്ടോ, അത് പൊക്കിയിട്ട് അതിനെ തിരിക്കും. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അടിയിലത്തെ കാര്യങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിന്നുണ്ടോ അത് കംപ്ലീറ്റ് ഇതേപോലെ തിരിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും. അതായത് നേരത്തെ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ താഴ്ഭാഗത്ത്, ഇനി സെറ്റ് ചെയ്യാനുള്ളത് മുകൾ ഭാഗത്തെ കാര്യങ്ങളാണ്. എൻജിൻ, അതുപോലെ തന്നെ സീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യും. ഇപ്പോൾ അടുത്ത ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ചേസിസിനകത്ത് ഇപ്പോൾ നമുക്ക് അവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കൂളർ, അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആ ഫ്രണ്ടിലത്തെ ഫാൻ എല്ലാം റെഡി ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിൽ സീറ്റും കാര്യങ്ങളും വെക്കുക എന്നുള്ളതാണ്. ആ സീറ്റും കാര്യങ്ങളും ഇവിടെ ഇതേപോലെ നേരത്തെ തയ്യാറാക്കി നമ്മളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു ബെൽറ്റിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അത് ഈ ഒരു മെഷീൻ സഹായത്തോടു കൂടി പൊക്കിയിട്ട് അതുമ്പോൾ കൊണ്ടുപോയി സെറ്റ് ചെയ്യും. ആ ഒരു സീനാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കോളം, അതുപോലെ തന്നെ ഗിയറിൻ്റെ കോളം, അതുപോലെ തന്നെ സീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെയും നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അതായത് അസംബ്ലി ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഇത്. അങ്ങോട്ട് വെക്കേണ്ട ആവശ്യം മാത്രമാണുള്ളത്. പ്ലാന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ പ്ലാന്റിലും, അതായത് എല്ലാ അസംബ്ലി ലൈനിലും ഉള്ള ഒരു സംഭവമാണ് സ്മാർട്ട് കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത്. എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ ബെൽറ്റിലും, അതായത് ഓരോ ഏരിയയിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേഷനിലും നടക്കുന്ന ആക്ടിവിറ്റികളെ കറക്റ്റായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫ് പോയിട്ട് അത് ക്ലിയർ ചെയ്യും. അത് ഓരോ ലൈനിലും എങ്ങനെ നടക്കുന്നു, എത്രമാത്രം പ്രൊഡക്റ്റീവായിട്ട് നടക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഫുൾ കൺട്രോൾ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ ആക്സിഡൻ്റൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇടപെടാൻ റെസ്ക്യൂ ടീമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സേഫ്റ്റി മെഷർമെൻറ്റ്സ് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ടീമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ടീമിന്, അതായത് ഈ ലൈനിൽ വർക്ക് ചെയ്യുന്ന ടീമിനെ മുഴുവൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ടീം തന്നെ ഉണ്ട്. അതായത് സെൽഫ് ഡിഫൈൻഡ് ടീം എന്ന് പറയാം. അവരും ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാന്റിലും ഉണ്ടായിരിക്കും. സംഭവം ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ എത്രമാത്രം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു രക്ഷയിലിട്ട് ഇത് കാണുന്ന സമയത്ത് ഭയങ്കര, അതായത് ഓരോരുത്തർക്കും അവരുടെ വർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ചെയ്താൽ മതി. സംഭവം നൈസാണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ അസംബ്ലി പാർട്ടുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഏരിയയാണ്. അതായത് നെറ്റ്, ബോൾട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ എടുക്കുന്നതിനൊരു രീതിയുണ്ട്. അതായത് ഇപ്പം ഈ ഒരു 2 കൺട്രോളേഴ്സ് ഉണ്ടാവും. ഒന്ന് ലൈൻ കൺട്രോളറും ഒന്നൊരു ലൈൻ കീപ്പറും. അപ്പോൾ ലൈൻ കൺട്രോളറാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ പാർട്സിന് എവിടേക്ക് എന്തൊക്കെയാണ് വേണം എന്നുള്ളത്.
അതുപോലെ ഓരോ ലൈനിൽ നിന്നും നിർദ്ദേശങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ LED സംഭവങ്ങൾ ഇങ്ങനെ കാണാം. ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 04 എന്ന് കാണിച്ചിട്ട് 4 എണ്ണം റിക്വയർഡ് ആണ് എന്നാണ് അർത്ഥം. അതായത് അവിടെ നിന്ന് വന്ന നിർദ്ദേശമാണ് 4 എണ്ണം വേണം. അപ്പോൾ ഈ ലൈൻ കീപ്പ് ചെയ്യുന്ന ആൾ വന്നിട്ട് ഇതിൽ നിന്ന് 4 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ കൗണ്ട് 0 ആവും. ഇവിടെ ഒരു സെൻസർ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ എന്നിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് ലൈൻ കീപ്പ് ചെയ്യുന്ന ആ ഒരു കീപ്പിങ്ങിൽ കൊണ്ടുപോയി വെക്കും എന്നാണ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജോലിയാണത്. അദ്ദേഹം ലൈൻ കീപ്പറാണ്. അദ്ദേഹം എടുക്കാനുണ്ടാവും. ഓക്കെ, അവിടെ 4 എണ്ണം കാണിച്ചു, അതുകൊണ്ട് അയാൾ 4 എടുത്തു. ഇപ്പോൾ 2 എണ്ണം കാണിക്കുന്നത് കേട്ടോ, 2 എണ്ണം എടുത്തു. അങ്ങനെ 2 എണ്ണം എടുക്കുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടോ അവിടെ 0 ആവാൻ തുടങ്ങി കേട്ടോ. അത് 0 ആയി. എടുക്കുന്നതിനനുസരിച്ച് 0 ആവും. എന്നിട്ട് പുള്ളി മുന്നോട്ട് പോകും. അപ്പോൾ പുള്ളിക്ക് കറക്റ്റ് അറിയാം എവിടെ നിന്നൊക്കെ റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്, ഏതൊക്കെ റിക്വയർമെൻറ്റ് വന്നിട്ടുണ്ട്, എത്ര എണ്ണം വീതം എടുക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. നല്ലൊരു സംഭവമല്ലേ, ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ട 2 ഏരിയകളിലായിട്ട്, അതായത് താഴ്ഭാഗവും മോൾ ഭാഗവും കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം സീറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പിന്നെ ഈ ഒരു ചേസിസ് വിധേയമാവുന്നത് ചില ടെസ്റ്റിങ്ങുകളാണ്. സെർട്ടൈൻ ടെസ്റ്റിങ്ങുകൾ ഉണ്ടാവും. ബ്രേക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, വെച്ച സാധനങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ എന്നുള്ള ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കും, ഇലക്ട്രോണിക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഹോൺ അടിച്ച് നോക്കും. അതുപോലെ അങ്ങനത്തെ എല്ലാ ടെസ്റ്റിങ്ങുകൾക്കും വിധേയമായിട്ടാണ് പിന്നെ ഒരു വണ്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റാണ്. റോട്ടിൽ പോയിട്ട് അത് ഓടിച്ച് അതുപോലെ തന്നെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്ത് വീൽ അലൈൻമെൻറ്റ് നോക്കി ഒക്കെയാണ് ഈ ഒരു വാഹനം പിന്നെ PDIയിലേക്ക് എത്തുന്നതും PDIയിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് എത്തും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട്, അതായത് ഈ ചേസിസ് ഇപ്പം ഒരു ഏകദേശ ധാരണയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ 2 വീഡിയോകളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് നമ്മൾ ചേസിസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ടാമത്തത് ചേസിസിൽ ഒരു ബോഡി ബിൽഡ് ചെയ്ത് വരുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. ആ 2 വീഡിയോയും കാണാൻ മറക്കരുത്. അപ്പോൾ ഫാക്ടറി വിസിറ്റിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു ഫാക്ടറിയിലെ അസംബ്ലി ലൈൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണിച്ചത്. ഇതേപോലെ 3 അസംബ്ലി ലൈനുകൾ ധർവാഡ് പ്ലാന്റിലുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മളുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ധർവാദ് പ്ലാന്റിനകത്തുള്ള മറ്റൊരു ലേക്കിലാണ്. ഇവിടെ ശരിക്കും 2 ലേക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതിനകത്തുള്ള വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും റെയിനിൽ നിന്നുള്ള വെള്ളമാണ് അവർ സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ധർവാദ് പ്ലാന്റിൻ്റെ ഏകദേശ ഒരു രൂപത്തെക്കുറിച്ചും അതിനകത്ത് നമ്മൾ കണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഫാക്ടറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഇതിന് മുമ്പ് നമ്മൾ ഫാക്ടറി വിസിറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഫാക്ടറിയിലേക്ക് കടന്ന് ചെന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഭാഗ്യം ശരിക്കും നല്ലൊരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അതും സമ്മാനിച്ചു തന്നത് ടാറ്റ മോട്ടോഴ്സാണ്. താങ്ക് യു സോ മച്ച് ടു ടാറ്റ മോട്ടോഴ്സ്. അപ്പം വീഡിയോകൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് നല്ല അടിപൊളി 2 വീഡിയോസ് വരാനുണ്ട്. ശരിക്കും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേസിസ് എങ്ങനെ ഉണ്ടാക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ചേസിസിനകത്ത് ബോഡി എങ്ങനെ സെറ്റ് ചെയ്തൊരു പൂർണ്ണ വണ്ടിയായിട്ട് വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമ്മൾ പറയാൻ പോകുന്നത്. അത് മിസ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിച്ച് കഴിഞ്ഞാലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.